ഇന്ത്യയുടെ പ്രധാന വ്യാപാര പങ്കാളിയാണ് സൗദി അറേബ്യ. ഇന്ത്യക്ക് വേണ്ട എണ്ണയുടെ 19% വരുന്നത് സൗദി അറേബ്യയിൽ നിന്നാണ്. അടിസ്ഥാന സൗകര്യ വികസനം, IT, ഭവന നിർമ്മാണം, ഊർജ്ജം തുടങ്ങി വിവിധ മേഖലകളിലും വ്യാപാരം ശക്തമാണ്. 2500 കോടി അമേരിക്കൻ ഡോളറിന്റെ വ്യാപാരമാണ് 2010 ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടായിരുന്നത്. 2010 ഏതാണ്ട് 25 ബില്യൺ US ഉണ്ടായിരുന്ന ട്രേഡ് 2013-14 ആയപ്പോഴേക്കും 48, ഏതാണ്ട് ഡബിൾ ആയിട്ട് നമുക്ക് വളർത്തുവാനായിട്ട് സാധിച്ചു. ഇത് വലിയൊരു കാര്യമാണ്. അതുപോലെ ഈ ട്രേഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഓയിൽ ട്രേഡ് മാത്രമല്ല, നോൺ ഓയിൽ ട്രേഡും വളർത്തുവാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇരു രാജ്യങ്ങളിലെയും വ്യവസായ വാണിജ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സംയുക്തമായി പ്രവർത്തിക്കുന്നതിനായി കഴിഞ്ഞ വർഷം സൗദി ഇന്ത്യ ബിസിനസ് നെറ്റ്വർക്ക് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. എംബസിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ആരംഭിച്ച ഈ സംരംഭം നിരവധി അവസരങ്ങളാണ് തുറന്നു വെക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ ബന്ധത്തിൽ ഒരു ബയർ സെൽ റിലേഷൻഷിപ്പ് മാത്രമല്ല നമ്മൾ നോക്കുന്നത്. അതിനെ കുറച്ചുകൂടി ഡീപ്പറായിട്ട് ഒരു ഇക്കണോമിക് പാർട്ട്ണർഷിപ്പ് ആക്കി ജോയിൻറ്റ് വെഞ്ചേഴ്സ്, അംബാസഡർ സ്പീച്ചിൽ പറഞ്ഞതുപോലെ ജോയിൻറ്റ് വെഞ്ചേഴ്സ്, ജോയിൻറ്റ് കൊലാബറേഷൻ, നോട്ട് ഓൺലി ഇൻ സൗദി അറേബ്യ ആൻഡ് ഇന്ത്യ ബട്ട് ഈവൻ ഇൻ തേർഡ് കൺട്രീസ്. അങ്ങനെയൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ എൻറ്റവറുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ വർഷം ജനുവരിയിൽ ഇന്ത്യ സൗദി ജോയിന്റ് കമ്മീഷന്റെ 10ാമത് യോഗം വാണിജ്യബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. മുൻ ധനമന്ത്രി P. ചിദംബരം സൗദി വാണിജ്യമന്ത്രി തൗഫീഖ് അൽ റബിയയുമായും സൗദി ചേംബർ കൗൺസിൽ അംഗങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് സഹായിച്ചു. 42 മേഖലകളിൽ സഹകരണം ഉറപ്പുവരുത്താനും എണ്ണ, ഊർജ്ജ, വാതക രംഗത്ത് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനും കൂടിക്കാഴ്ചയിൽ ധാരണയായിരുന്നു. റബി മുഹമ്മദ്, മീഡിയ 1, റിയാദ്.